ഹായ്, ഞാനും ചോട്ടും ഏട്ടനും കൂടി പുറത്ത് കഴിക്കാൻ പോവാട്ടോ. ഇവൻ വന്നവൻ എപ്പോഴും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. കാർ എടുക്കാൻ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും ഇപ്പോൾ. അപ്പം നമ്മൾ ടോണീസ് കിച്ചണിൽ പോയിട്ട് ട്രൈ ചെയ്യാൻ പോവാം. മാളും എപ്പോഴും പറയാറുണ്ട് ടോണീസ് കിച്ചണിൽ പോകണം എന്ന്. ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് അവളില്ല, ഞങ്ങൾ മൂന്നാളും പോവാണ്. ചോട്ടും ഇങ്ങനെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി ഇങ്ങനെ ഫുൾ കണ്ടുപിടിക്കും. ഇത് കഴിക്കാൻ വേണം, അത് കഴിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്ത് വെക്കും. അങ്ങനെ അവൻ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ കുറെ കാലമായിട്ട് വിളിക്കുന്നുണ്ട്, അപ്പോഴൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പം നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ചോട്ട് എങ്ങോട്ടാ? കട അടയ്ക്കൂലടാ. അല്ല, ഞാൻ മേലെ എത്തിയിട്ട് തീരുമാനമായില്ലല്ലോ. ടോണീസ് കിച്ചൺ അല്ലേ? ടോണീസ് കിച്ചൺ എന്നാ ലൊക്കേഷൻ ഇടണം ഏട്ടൻ. ആ ഫുള്ള് ഇതാ ഫുട്ബോളിന്റെ പരിപാടിയാണ് ഇവിടെ മൊത്തം. ഫുള്ളായിട്ട് ഇതല്ല വേറെ പരിപാടിയുള്ള ഈശ്വര അത് കാണണ്ട. അത് നമ്മൾ കാണണ്ട. ഇത് മദ്യപാന പരിപാടി എന്തോ ആണ്. ഇവിടെ ഫുട്ബോളിന്റെ പരിപാടി കേട്ടോ. ഇന്ന് ഫിനാലെ സെലിബ്രേഷൻ ആണ്. ആക്ടിവിറ്റി എന്തൊക്കെയോ പരിപാടികളുണ്ട് കണ്ടോ. എല്ലാം ഫുട്ബോളിന്റെ. വാവ്, ഫിനാലെ തകർക്കും. ചോട്ടു രാവിലെ തൊട്ടേ എവിടെയെങ്കിലും പോയി കഴിക്കാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏട്ടന്റെ അടുത്തേക്ക്. പിന്നെ വൈകുന്നേരം ഒരു 5-6 ഒക്കെ ആയപ്പോഴാണ് ഏട്ടൻ പുറത്ത് പോവാ, മസാജ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. പോയി വന്നിട്ട് പോവാന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഉറപ്പൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും റെഡി ആയി നിന്നില്ല. ഏട്ടൻ വന്നതിന് ശേഷമാണ് റെഡി ആയത്. എന്നിട്ട് കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ സെയിം ഡേ ആയിരുന്നു ഫുട്ബോളിന്റെ ഗ്രാൻഡ് ഫിനാലെ വരുന്നതും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളെല്ലാം നേരത്തെ അടച്ചു. നമ്മൾ ടോണീസ് കിച്ചണിൽ പോവാനായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ജാപ്പനീസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെയും നമ്മൾ നോക്കിയപ്പം അതും ക്ലോസ് ആയി. പിന്നെ ഈ സോയി കണ്ടു, ലിൽ സോയി. അപ്പൊ നമ്മൾ അവിടേക്ക് പോയപ്പോ ഇത് ഓപ്പൺ ആയിരുന്നു. ഇത് പനമ്പള്ളിയാണ് കേട്ടോ. ഞാനും ഏട്ടനും എപ്പോഴും കുറച്ച് നാടൻ ഫുഡിന്റെ ആൾക്കാരാണ്. ചോട്ട് കുറച്ച് ഫാൻസി സാധനങ്ങളോടൊക്കെ അവന് താല്പര്യമാണ്. അവൻ ഇങ്ങനത്തെ സുഷി, രാമൻ, അതുപോലെ തന്നെ അവന് ജ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് അവന് കുറച്ചുകൂടെ ക്രേസ്. എനിക്കും ഏട്ടനും ചോറ്, മീൻ പൊരിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും, ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇയർലി വൺസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യും. അപ്പൊ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോയിട്ടുള്ളത്. ഇത് ഞാൻ 3rd ടൈം ആട്ടോ സുഷി കഴിക്കാൻ പോകുന്നത്. Yes. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് മാളുവിന്റെ ബർത്ത്ഡേക്ക് വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അന്ന് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാരെന്താ, ചില ആൾക്കാർ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ പോകുമ്പോഴും അയ്യെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാനൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, കഴിക്കാൻ പറ്റുന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് വന്ന സമയം പിന്നെ ഇത് 4th ടൈം ആട്ടോ. പിന്നെ മാളു ഒരിക്കൽ എന്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നു. അന്ന് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ സുഷി എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് വന്നപ്പം മിയക്കുട്ടീന്റെ, രഞ്ജു ചേച്ചിന്റെ അടുത്തുനിന്ന് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 4th ടൈമാണ് കഴിക്കുന്നത്. ഏട്ടന് അത്ര ഫേവറേറ്റ് ഒന്നും അല്ല, കുഴപ്പമില്ല എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഇപ്രാവശ്യം കഴിച്ചപ്പം ഏട്ടന് ഇതിന് മുന്നേ കഴിച്ചതിനേക്കാളും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കഴിക്കുന്തോറും നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി വരികയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ കഴിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏതാ ഓർഡർ ചെയ്തതെന്ന് അറിയില്ല. ഏതോ ഒരു സുഷി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാമനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാന്ന് വെച്ചു. ഇപ്പം ഓരോരുത്തർക്ക് ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഇതെന്തോ സ്പെഷ്യൽ കോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനും ചോട്ടും കുടിച്ചോണ്ടിരിക്കുക. ഞാൻ പൊതുവേ അങ്ങനെ കോക്ക് കുടിക്കാറില്ല. പിന്നെ ഞാൻ ചോട്ടും ഇങ്ങനെ തന്നപ്പോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഞാനിങ്ങനെ കുടിച്ച് നോക്കുമായിരുന്നു ഇത്. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് നോർമൽ കോക്കനെയാണല്ലോ എന്ന് ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് പറയായിരുന്നു ടേസ്റ്റ് ചെയ്തിട്ട്. ചോട്ടു പിന്നെ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ആളാണ്. അവന് ഇഷ്ടമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് കുടിക്കുന്നൊക്കെ കാണാറുണ്ട്. ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. എന്തായാലും നമുക്കിതാ ഈ ഫ്രണ്ട്സ് ഒക്കെ വന്നു. അപ്പൊ ഞാനും ഏട്ടനും ചോട്ടൊക്കെ ഇങ്ങനെ കഴിച്ച് നോക്കുമായിരുന്നു. ചുമ്മാ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഥയാക്കി ഇരുന്ന് ഇങ്ങനെ. നല്ല വെതറും ആയിരുന്നു കേട്ടോ, നല്ല നൈസ് മഴയൊക്കെ ആയിട്ട്. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പിന്നെ കോപ്പിറൈറ്റ് വരില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്.
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഏട്ടനും ചോട്ടും മാത്രമുള്ള സമയങ്ങൾ. ഭയങ്കര രസം. നമ്മൾ അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കോഴിക്കോട് ആകുമ്പോഴാണെങ്കിലും അല്ലാതെ നമ്മൾ ഒരുമിച്ച് മൂന്നാളും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര രസമുള്ള സമയങ്ങളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഓർത്ത് വെക്കാനും ഇങ്ങനെ എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ടിഷ്യൂ ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു. ഇപ്പൊ ഇതിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര വലിയ ടിഷ്യൂ ആട്ടോ. അപ്പൊ എനിക്ക് അതൊരു ഒരു എന്താ പറയാ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ ഞാൻ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു. പക്ഷെ വീഡിയോയിൽ ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അത് എനിക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര വലുതായിരുന്നു അത്. ഫുട്ബോൾ ഫിനാലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിട്ട് വേഗം പോകണം. ഏട്ടന് പെട്ടെന്ന് ഒരു കളിപ്രാന്ത് ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏട്ടൻ എന്തായാലും കാണും. അപ്പൊ അത് നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. എനിക്ക് ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഏട്ടനും ചോട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവർ ട്രൈ ചെയ്തിട്ട് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ കള്ളന്മാര്. ഇപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഏട്ടനും ചോട്ടും കൂടി എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരും എങ്ങനെയാ അതിന്റെ ട്രിക്ക്, എങ്ങനെയാ എവിടെയാ വെക്കേണ്ടത്, എങ്ങനെയാ പിടിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അവിടുന്ന്. ഇതിനു മുൻപും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത്ര എഫേർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് പഠിക്കണം എന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് 1 2 3 പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. ഇപ്പൊ ചോട്ട് ഇങ്ങനെ പറഞ്ഞു തരാ, ചെയ്ത് ഇവിടെ വെക്കി കൈ, ഇവിടെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞു തരായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പഠിക്കൊന്നും ചെയ്തിട്ടില്ല. ഇതാ നമ്മൾ ഓർഡർ ചെയ്ത സുഷി വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് റോയാണോ അല്ലെ ഇച്ചിരി എന്തോ കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഇതിന് മുന്നേ കഴിച്ചതാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വീഡിയോസിലൊക്കെ ആൾക്കാർ മറ്റേ വൊമിറ്റ് ചെയ്യാൻ പോകുന്ന പോലെയൊക്കെ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിച്ചപ്പം. അപ്പൊ അത് അവനെനിക്കൊരു ട്രിക്ക് പറഞ്ഞത്, ടിഷ്യൂ വെച്ചിട്ട് ഇത് സ്റ്റിക്ക് 2 സൈഡിലേക്കും വെച്ചിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഴൂല. ഇതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ചിലപ്പോ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ചോട്ടു ഇങ്ങനെ പറഞ്ഞിരുന്നു, കണ്ടില്ലേ, ഈസി. അത് കൊള്ളാം. അവൻ പറയാ മറ്റേ ചേച്ചി സോസിൽ മുക്കുക, അങ്ങനെ കഴിക്കും, ഇങ്ങനെ കഴിക്കുന്നൊക്കെ പറഞ്ഞു തരായിരുന്നു. പിന്നെ അതിൽ വേറെ സുഷീന്റെ കൂടെ എപ്പോഴും ഒരു സാധനം വരില്ലേ, ഇഞ്ചി പോലെയുള്ള ഇഞ്ചിന്റെ ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ മുമ്പേ കഴിച്ചിട്ടില്ല എന്ന് ചേച്ചി കഴിച്ചു നോക്കുന്നു പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്കറിയാം, എനിക്ക് ഇഷ്ടമല്ല അതിന്റെ ടേസ്റ്റ്. നമ്മൾ മുന്നേ കഴിച്ച ടേസ്റ്റ് എല്ലാം പോയി അത് കഴിച്ചു കഴിയുമ്പോൾ. അങ്ങനെ സോസിൽ മുക്കി ഇങ്ങനെ കഴിച്ചു നോക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ എന്തോ പറഞ്ഞു, അതിനാണ് ഈ ചോട്ട് കിടന്ന് അട്ടഹസിക്കുന്നത്. നമ്മൾ എറണാകുളത്തേക്ക് മാറിയതിനു ശേഷം ചോട്ടു വരാറ് വളരെ കുറവാണ്. ഇപ്പൊ വീട്ടിൽ 2 ദിവസം നിൽക്കാനായിട്ട് അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അവന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. അപ്പൊ എക്സ്ട്രാ 1 ദിവസം 2 ദിവസം നിന്നിട്ട് പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടുള്ളപ്പോ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഞാനും ഏട്ടനും ചോട്ടും. അവൻ വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. യാത്ര ചെയ്യുകയാണെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ വീട് ക്ലീൻ ചെയ്യുക, അടി ഉണ്ടാക്കുക, സീരീസ് കാണുക, സിനിമ കാണുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏട്ടനെക്കാളും കൂടുതൽ ഞാനും ചോട്ടാണ് എപ്പോഴും ഒരുമിച്ചുണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ മുഖം ജസ്റ്റ് ഒന്ന് മാറിയാൽ തന്നെ അത് എന്തുകൊണ്ടാ മാറിയെന്ന് പോലും അവരും മനസ്സിലാവും. ഞങ്ങൾ അങ്ങനെ ഒരു ചേച്ചി അനിയൻ ബന്ധമാണ്. അടി ഉണ്ടാക്കും ചെയ്യൂട്ടോ. അടി ഉണ്ടാക്കുക ഇൻ ദ സെൻസ് അടി ഉണ്ടാക്കി അടിച്ച് പിരി, അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറയും, ഞാനും അങ്ങനെ എന്തെങ്കിലും പറയും. പക്ഷെ ഞാൻ പെട്ടെന്ന് പിണങ്ങും ചൊടിക്കൊക്കെ ചെയ്ത കൂട്ടത്തിലായതുകൊണ്ട് അവൻ എന്തെങ്കിലും പറയാനും പേടിയാണ്. ഇപ്പൊ അങ്ങനെ വിട്ടു നിൽക്കുന്നത് കൊണ്ട് ആ അടിപിടിയൊന്നുമില്ല, എപ്പോഴും ആ സ്നേഹമുണ്ട്. ഇപ്പൊ 2 3 ദിവസത്തും കൂടുതലൊക്കെ നിന്ന് ഞങ്ങൾ അടിച്ചു പിരിയെന്ന് വെച്ചാൽ എനിക്ക് വെച്ച സാധനം വെച്ചു കൊടുത്ത് വേണം. ഇവനാണെങ്കിൽ പെട്ടെന്ന് പല കാര്യങ്ങളും മറന്നു വന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ 2 ദിവസം വന്നൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ക്ഷമിക്കും. 3ാമത്തെ ദിവസം ആകുമ്പോൾ എനിക്ക് ഭ്രാന്താവും. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ ഇതാണ് ഇപ്പൊ നല്ലത്. അവൻ എന്തോ സാധനം എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഞാൻ മറന്നുപോയി അത് എന്ത് ചെയ്തു. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതാ ചിരി ചെക്കൻ്റെ?
അവൻ വരുമ്പോഴേ ഇങ്ങനെ മുടി കെട്ടി വെച്ച് വന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ലെങ്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ വീട്ടിൽ നിന്ന് മുടി അയച്ചപ്പോഴാണ് ഇപ്പൊ ഞാൻ കണ്ടതിന് ശേഷമുള്ള ഏറ്റവും ലെങ്ത് ഉള്ള ഹെയർ അതായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുമ്പ് കോഴിക്കോടുള്ള സമയത്ത് അവനൊരു ആവശ്യം വന്നപ്പോൾ മുടി വെട്ടേണ്ടി വന്നു. അപ്പം ഭയങ്കര വിഷമമായിരുന്നു അവന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനും അവനും കൂടി പോയിട്ട് ആ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടനുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു അവന്. എന്നിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഹെയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഏട്ടനാണ് രാമൻ പറഞ്ഞത്. അപ്പൊ ഏട്ടനും ചോട്ടും കൂടിയാണ് അത് ഷെയർ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ അവരിങ്ങനെ 2 പോർഷൻ ആക്കുമായിരുന്നു അത്. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ഇപ്രാവശ്യം എനിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരെന്ന് കഴിച്ചു നോക്കാന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. ഏട്ടതാ കഴിച്ചു നോക്കാൻ പോവാ. ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പൊ തരുന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായിട്ട് നോക്കി ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയാന്ന് പറഞ്ഞ അറ്റ്ലീസ്റ്റ്. അപ്പൊ ഏട്ടൻ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ ഏട്ടൻ പറയാ കുഴപ്പമില്ല, ഇവരൊക്കെ മുന്നേ കഴിച്ചതുകൊണ്ട് ഇവർക്ക് അതിന്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് തരാം. അപ്പൊ ഏട്ടനാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്, തായ്ലാൻഡും വിയറ്റ്നാമും ഒക്കെ പോകുമ്പോൾ. അപ്പൊ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ കഴിച്ച് നോക്കുമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ കഴിക്കാത്തത് കൊണ്ട് ഇതാദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടും എനിക്ക് ഓക്കെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ അങ്ങനെ എനിക്ക് അറിയില്ല, കഴിക്കാൻ പറ്റും. ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോഴും എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ. നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഷോർട്സിലൊക്കെ പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ നൂഡിൽസും അതിൽ ആ ലിക്വിഡൊക്കെ ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടില് ഈ മാഗി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ സൂപ്പ് പോലെ ആക്കിയിട്ടാണ് ഞാൻ കുടിക്കാറ്. ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ നല്ലതാ, എപ്പോഴൊക്കെ കഴിക്കുമ്പോൾ മടുക്കും. അതുപോലെ തന്നെ ഒരുപാട് കഴിക്കുമ്പോഴും മടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് മടുക്കണ്ട, എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതിന്റെ വെള്ളം ഇങ്ങനെ കുടിച്ചു നോക്കിയിരുന്നു. സൂപ്പ് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അവർ കൊണ്ടുത്തന്നൊരു സംഭവമായിരുന്നു. അപ്പൊ ഈ കണ്ടപ്പം എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. പിന്നെ ഹണിയൊക്കെ പോലെ അങ്ങനെ കാണാൻ. പക്ഷെ ഇതെന്താ സംഭവം അറിയോ, ഇഞ്ചി മിഠായി ഇല്ലേ, സെയിം ഇഞ്ചി മിഠായി തന്നെ. പക്ഷെ നോർമലി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഹാർഡായിട്ട് ഇങ്ങനെ ഒരു കുത്തുന്ന ടേസ്റ്റ് പോലെ തോന്നും. പിന്നെ ഞാനല്ല ചോട്ടു ചോദിച്ച് എനിക്ക് വാങ്ങി തന്നു ചോപ്സ്റ്റിക്ക്. അതാകുമ്പോ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് ചുമ്മാ അങ്ങനെ കഴിച്ചു നോക്കാലോ. ബായ് പറയാൻ ലൈറ്റൊക്കെ പോയല്ലോ. ഞാൻ കൊടുക്കാത്ത വെറുതെ ഇങ്ങനെ പറഞ്ഞു. ഓൾറെഡി അവര് നമ്മൾ ചോദിക്കാൻ ടിപ്പ് ഇട്ടിട്ടുണ്ട്. ആണ് ഈ ടിപ്പ് കൊടുക്കണം. ബായ് പറഞ്ഞ വോയിസ് ഓവർ കൊടുക്കുക. ബൈ ബൈ.